സോ ഓരോ ടൈപ്പ് ഓഫ് ആക്സസ് സ്പെസിഫയർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആ മെമ്പർ വേരിയബിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസ്. അപ്പോൾ മെമ്പർ വേരിയബിൾസിനെ പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസ് ആക്കണമെങ്കിൽ വി നീഡ് ടു പ്രൊവൈഡ് കീവേഡ് പ്രൈവറ്റ് യൂസിങ് കീവേഡ് പ്രൈവറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു മെമ്പർ വേരിയബിളിനെ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് these private data members are not accessible outside the class. So private member variables are not accessible outside the class. അപ്പോൾ പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാൻ പ്രൈവറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. ഈ പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സിനെ നമുക്ക് ക്ലാസിന്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. They can be accessed or these can be accessed by member functions and friend functions of the class. Accessed by member functions and friend functions of class. ഈ ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻസിനും ഫ്രണ്ട് ഫംഗ്ഷൻസിനും മാത്രമേ പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. Therefore, private member variables provide a mechanism for preventing unauthorized modification of data members. So it prevents unauthorized modification of data members. അതായത് പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസിനെ ക്ലാസ്സിലുള്ള മെമ്പർ ഫംഗ്ഷൻസിനും ക്ലാസിന്റെ ഫ്രണ്ട് ഫംഗ്ഷൻസിനും മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അൺഓതറൈസ്ഡ് ആയിട്ട് നമുക്ക് ഡേറ്റ മെമ്പേഴ്സിൽ മോഡിഫിക്കേഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല. കാരണം ഈ ക്ലാസ്സിനകത്ത് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ പറ്റൂ. വെളിയിൽ നിന്നൊക്കെ ആക്സസ് ചെയ്യുമ്പോഴാണ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ ഡേറ്റ മെമ്പേഴ്സിൽ വരുന്നത്. പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡേറ്റ മെമ്പേഴ്സിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കില്ല. So a class with all members in private category is useless. A class with all members in private category is useless. It cannot communicate with the outside world. Hence, every class should contain at least one member that is not private. അതായത് നമ്മൾ ഈ ക്ലാസ് ഒക്കെ ഉണ്ടാക്കുന്ന എന്തിനാ? പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയും ഒത്തിരി ഡേറ്റ നമുക്ക് ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യണമെങ്കിലൊക്കെയാണ് ഈ ക്ലാസ് ഉണ്ടാക്കുന്നത്. സ്ട്രക്ചർ പോലെയാണ് ഈ ക്ലാസ് കുറച്ച് ഏകദേശം. അപ്പൊ നമ്മൾ എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ട് പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്സിലും ഔട്ട്സൈഡ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും വരില്ല. ക്ലാസ്സിലുള്ള ഡേറ്റ മെമ്പേഴ്സിന് പുറത്തോട്ട് ഒരു കമ്മ്യൂണിക്കേഷനും വരില്ല. അപ്പൊ നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഡേറ്റയും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡേറ്റയും നമുക്ക് ആക്സസ് ചെയ്യാനോ യൂസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഡേറ്റ മെമ്പർ എങ്കിലും പ്രൈവറ്റ് അല്ലാതെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതാ ഒരു ക്ലാസ്സിലെ എല്ലാ മെമ്പേഴ്സിനെയും പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ആ ക്ലാസ് യൂസ്ലെസ് ആയി വരും. ക്ലാസ് യൂസ്ലെസ് ആയി പോകും. സോ പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് എന്ന കീവേഡ് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസ്. അതിനെ ക്ലാസിന്റെ വെളിയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം ക്ലാസ്സിനകത്തുള്ള മെമ്പർ ഫംഗ്ഷൻസിനും ക്ലാസിന്റെ ഫ്രണ്ട് ഫംഗ്ഷൻസിനും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് മോഡിഫിക്കേഷൻ ഓഫ് ഡേറ്റ മെമ്പേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു ക്ലാസ്സിലെ എല്ലാ വേരിയബിൾസിനെ അല്ലെങ്കിൽ എല്ലാ ഡേറ്റ മെമ്പേഴ്സിനെയും പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ആ ക്ലാസ് ഒരു ഉപയോഗമില്ലാത്ത ക്ലാസ് ആയി മാറും, യൂസ്ലെസ് ആയി മാറും. കാരണം നമുക്ക് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ക്ലാസ്സിനകത്തുള്ള കാര്യങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ വെളിയിൽ നമുക്ക് ഒരു ആക്സസും ഇല്ല, ഒരു കമ്മ്യൂണിക്കേഷനും വെളിയുന്നില്ല.
അപ്പോൾ ഈ ക്ലാസ്സിലെ ഡേറ്റ എല്ലാം ക്ലാസ്സിൽ തന്നെ അങ്ങ് ഒതുങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർ എങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റ മെമ്പർ എങ്കിലും, ആ ക്ലാസ്സിലുള്ള ഒരു ഡേറ്റ മെമ്പർ എങ്കിലും പ്രൈവറ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ ആക്സസ് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. പ്രൈവറ്റ് അല്ലാത്ത രീതിയിൽ ഡിഫൈൻ ചെയ്യണം, എങ്കിലേ നമുക്ക് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഈ ക്ലാസ് വഴി സാധിക്കും. ഫസ്റ്റ് ടൈപ്പ് വാസ് പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസ്. Now second one, protected member variables. Protected member variables. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻ using keyword protected. Protected എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾ ആവും. ഡേറ്റ മെമ്പർ ഹാസ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സ്. ഇതിന് പ്രൈവറ്റ് ഡേറ്റ മെമ്പേഴ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. have all features of private data members. Then in addition can be accessed by member functions and friends derived from this class. Can be accessed by member functions and friend functions of derived class. അപ്പോൾ പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? നമ്മൾ പ്രൊട്ടക്റ്റഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന മെമ്പർ വേരിയബിൾസിനെ പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾസ് എന്ന് വിളിക്കും. പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നോ അതെല്ലാം പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾസിനും ഉണ്ട്. അതുകൂടാതെ നമ്മൾ ഈ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഏതൊരു ചൈൽഡ് ക്ലാസ്സിലും നമുക്ക് ഏതൊരു ചൈൽഡ് ക്ലാസ്സിന്റെ മെമ്പർ ഫംഗ്ഷൻസിനും അതിന്റെ ഫ്രണ്ട് ഫംഗ്ഷൻസിനും കൂടെ ഈ പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസ് പോലെ ക്ലാസിന്റെ തന്നെ ഫ്രണ്ട് ഫംഗ്ഷനും മെമ്പർ ഫംഗ്ഷൻസിനും ഈ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാം. ഏത് വേരിയബിൾസിനെ? പ്രൊട്ടക്റ്റഡ് വേരിയബിൾസിനെ ആക്സസ് ചെയ്യാം. അതുകൂടാതെ ഈ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സിലും നമുക്ക് ഡിറൈവ് ചെയ്യുന്ന ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷൻസും ഫ്രണ്ട് ഫംഗ്ഷനും യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് പ്രൈവറ്റ് മെമ്പർ വേരിയബിൾസിൽ നിന്നുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ. സോ പ്രൊട്ടക്റ്റഡ് മെമ്പർ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻഡ് യൂസിംഗ് ദ കീവേഡ് പ്രൊട്ടക്റ്റഡ്. They have all the features of private data members. In addition to that, protected member variables can be accessed by member functions and friend functions of derived class. Derived class in the member function and friend function use ചെയ്ത് നമുക്ക് protected member variables നെ access ചെയ്യാൻ പറ്റും. Next is public member variables. Public member variables. Public member variables എന്ന് പറഞ്ഞാൽ ഇതാണ് default type. The keyword public is used to define member variables of public type. Keyword public is used to define. Define ചെയ്യാൻ വേണ്ടി public എന്നുള്ള keyword യൂസ് ചെയ്യണം. When no keyword is specified, it is assumed as private. Public members can be accessed by any functions from outside the class anywhere within the scope of the class object. So can be accessed by any
function outside the class within the scope of class object. നമ്മൾ പബ്ലിക് മെമ്പർ വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പബ്ലിക് എന്ന കീവേഡ് യൂസ് ചെയ്യും. ഈ പബ്ലിക് മെമ്പർ വേരിയബിൾസിനെ നമുക്ക് ക്ലാസിന്റെ പുറത്ത് ഏതൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം, പ്രൊവൈഡഡ് ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനുള്ളിലായിരിക്കണമെന്നേ ഉള്ളൂ. ഈ ക്ലാസ്സിൽ തന്നെ വരണ്ട, ക്ലാസിന് പുറത്തുള്ള ഒബ്ജക്ട്, ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സ്കോപ്പിനകത്ത് വരുന്ന ഏതൊരു ഫംഗ്ഷനും പബ്ലിക് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാം. ആ ഫംഗ്ഷൻ ക്ലാസിന്റെ ഉള്ളിലോ അതിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സിലോ തന്നെ വരണമെന്നില്ല. ഈ ക്ലാസിന്റെ ഏത് ക്ലാസ്സിലാണോ പബ്ലിക് മെമ്പർ വേരിയബിൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ആ ക്ലാസ്സിന് ഒബ്ജക്ട്സ് കാണും. ഈ ഒബ്ജക്ട്സിന് ഒരു സ്കോപ്പ് ഉണ്ട്. ആ സ്കോപ്പിനകത്ത് വരുന്ന ഏതൊരു ഫംഗ്ഷനും ഈ പബ്ലിക് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. So they are open to the outside world. They are open to outside world. Then public functions can be invoked from outside the class definition. Can be invoked from outside class definition. പബ്ലിക് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ക്ലാസ് ഡെഫിനിഷന്റെ വെളിയിൽ നിന്നും നമുക്ക് ഇൻവോക്ക് ചെയ്യാൻ സാധിക്കും. സോ പബ്ലിക് മെമ്പർ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് എന്ന കീവേഡ് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നതാണ്. ആ ക്ലാസിന്റെ ഒബ്ജക്റ്റിന്റെ സ്കോപ്പിൽ വരുന്ന ഏതൊരു ഫംഗ്ഷനും പബ്ലിക് മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. Therefore public member variables are open to the outside world and can be invoked from outside class definition also. Public functions നെ ക്ലാസ് ഡെഫിനിഷന്റെ വെളിയിൽ നിന്ന് നമുക്ക് ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആക്സസ് സ്പെസിഫൈ, അതായത് ലെവൽ ഓഫ് ആക്സസ് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് മെമ്പർ വേരിയബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ സിന്റാക്സ് ഓഫ് ക്ലാസ് ഡെഫിനിഷൻ എങ്ങനെ വരും? കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എഴുതാം. സിന്റാക്സ് ഓഫ് class definition, class name, ഒരു ഐഡന്റിഫയറിന് ഉള്ള റൂൾസ് എല്ലാമാണ് ഈ ക്ലാസ് നെയിമിന് വരുന്ന റൂൾസ്. ക്ലാസ് നെയിം is an identifier which is the name of the class. Then private member variable declaration, member function definition, member function definition. അത് കഴിഞ്ഞാൽ വരുന്നു protected. വീണ്ടും protected member variablesന്റെ എല്ലാം ഡിക്ലറേഷനും member functionsന്റെ ഡെഫിനിഷനും. Member variable declaration, member function definition. Then again public. യൂഷ്വലി ഈ ഓർഡറിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓർഡർ മാറിയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഏത് ഓർഡറിലും ചെയ്യാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. മെമ്പർ വേരിയബിൾ ഡിക്ലറേഷൻ, മെമ്പർ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദെൻ ബോഡി ഓഫ് ദ ക്ലാസ് കഴിഞ്ഞു. ഒബ്ജക്റ്റ് name 1, object name 2. അതായത് ഫസ്റ്റ് ഒബ്ജക്റ്റ്, സെക്കൻഡ് ഒബ്ജക്റ്റ്, എത്ര ഒബ്ജക്ട്സ് ഉണ്ടോ അതിനെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം.
സോ ഇങ്ങനെയായിരിക്കും ഒരു ക്ലാസിന്റെ ഡെഫിനിഷൻ. സിന്റാക്സ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് സ്പെസിഫിക് ആയിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനെ വരും. ക്ലാസ്, ക്ലാസ് നെയിം. നേരത്തെ നമ്മൾ ആക്സസ് സ്പെസിഫയർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആക്സസ് സ്പെസിഫയർ ഏതൊക്കെയാണ്? പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക്. നിങ്ങൾ നേരത്തെ എഴുതിയാലും മതി, ഇത്ര സ്പെസിഫിക് ആയിട്ട് എഴുതണമെന്നില്ല. സിന്റാക്സ് ചോദിക്കുമ്പോൾ മറ്റത് എഴുതിയാലും മതി. ക്ലാസ്, ക്ലാസ് നെയിം, ക്ലാസ് എന്നുള്ള കീവേഡ്, പിന്നെ ക്ലാസിന്റെ പേര്, അത് കഴിഞ്ഞ് പ്രൈവറ്റ്സ് കൊടുത്തിട്ട്, അതായത് പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ വരുന്ന മെമ്പർ വേരിയബിൾസ്, മെമ്പർ ഫംഗ്ഷൻസ് ഒക്കെ അവിടെ ഡിക്ലെയർ ചെയ്യാം. അത് കഴിഞ്ഞ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതിനെല്ലാം അതിന്റെ ആ കീവേഡിന് താഴെ ഡിക്ലെയർ ചെയ്യാം. പബ്ലിക് എന്നുള്ളത് പബ്ലിക് എന്ന കീവേഡിന് താഴെ ഡിക്ലെയർ ചെയ്യാം. എന്നിട്ട് ബോഡി ഓഫ് ദ ക്ലാസ് ഡെഫിനിഷൻ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ സെമി കോളൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഓബ്ജക്ട്സിനെ അവിടെ ഡിക്ലെയർ ചെയ്യണം. എത്ര ഓബ്ജക്ട്സ് ഉണ്ടോ അതെല്ലാം കോമയായിട്ട് കൊടുത്ത് ഡിക്ലെയർ ചെയ്ത് ലാസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റിനെ സെമി കോളൻ കൊണ്ട് എൻഡ് ചെയ്യാം. സോ ഇസ് ദ സിന്റാക്സ് ഓഫ് ക്ലാസ് ഡെഫിനിഷൻ. Member functions. A member function, also called method or interface, is a function declared as a member of a class. So member functions are those functions which are declared as a member of a class. They are functions declared as a member of a class. By default, member functions are to be public as they are used from outside the class definition. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് മെമ്പർ ഫംഗ്ഷൻസ് എങ്ങനെയായിരിക്കണം? പബ്ലിക് ആയിരിക്കണം. കാരണം എന്താ? they are accessed from outside the class. They are accessed from outside the ക്ലാസ്. ഒരു ക്ലാസിന്റെ വെളിയിൽ നിന്നാണ് നമ്മൾ ഈ മെമ്പർ ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ബൈ ഡിഫോൾട്ട് പബ്ലിക് ആയിരിക്കണം. മെമ്പർ ഫംഗ്ഷൻസ് ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ഓൺ മെമ്പർ വേരിയബിൾസ് ഓഫ് ദ ക്ലാസ്. ദേ ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ഓൺ മെമ്പർ വേരിയബിൾസ് ഓഫ് ദ ക്ലാസ്. ക്ലാസ്സിലെ മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനും അതിൽ ഓപ്പറേറ്റ് ചെയ്യാനും ആർക്ക് സാധിക്കും? മെമ്പർ ഫംഗ്ഷൻസിന് സാധിക്കും. ബേസിക് ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഇംപ്ലിമെന്റേഷൻ ഓർ മ്യൂട്ടേറ്റർ. സോ മെമ്പർ ഫംഗ്ഷന്റെ ബേസിക് ടൈപ്പ് എന്ന് പറയുന്നത് മ്യൂട്ടേറ്റർ ഓർ ഇംപ്ലിമെന്റർ ഫംഗ്ഷൻ. Basic type of member function is mutator or implementer function. These functions are used to make modifications to member variables of objects of the class. They are used to make modifications to member variables of the object of class. മെമ്പർ ഫംഗ്ഷൻസ് ഏത് ക്ലാസ്സിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ക്ലാസിന്റെ ഓബ്ജക്റ്റിന്റെ മെമ്പർ വേരിയബിൾസിനെ മോഡിഫിക്കേഷൻസ് വരുത്താൻ ഉപയോഗിക്കുന്നതാണ് ബേസിക് ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് മ്യൂട്ടേറ്റർ ഓർ ഇംപ്ലിമെന്റർ ഫംഗ്ഷൻ. അപ്പോൾ മെമ്പർ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലാസിന്റെ മെമ്പർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് മെമ്പർ ഫംഗ്ഷൻ. അത് ബൈ ഡിഫോൾട്ട് പബ്ലിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. കാരണം എന്താ? ഈ മെമ്പർ ഫംഗ്ഷൻസിനെ കൂടുതലും ക്ലാസിന്റെ പുറത്ത് നിന്നാണ് ആക്സസ് ചെയ്യുന്നത്. നോ മെമ്പർ ഫംഗ്ഷൻസ് ക്യാൻ ആക്സസ് ആൻഡ് ഓപ്പറേറ്റ് ഓൺ ദ മെമ്പർ വേരിയബിൾസ് ഓഫ് ദ ക്ലാസ്. ആ ക്ലാസിന്റെ മെമ്പർ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാനും അതിൽ ഓപ്പറേറ്റ് ചെയ്യാനും മെമ്പർ ഫംഗ്ഷൻസിന് പറ്റും. ഇനി ബേസിക് ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മ്യൂട്ടേറ്റർ അല്ലെങ്കിൽ ഇംപ്ലിമെന്റർ ഫംഗ്ഷൻ. മെമ്പർ ഫംഗ്ഷന്റെ ബേസിക് ടൈപ്പ് എന്ന് പറയുന്നത് മ്യൂട്ടേറ്റർ ഓർ ഇംപ്ലിമെന്റർ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ക്ലാസിന്റെ ഓബ്ജക്റ്റിന്റെ മെമ്പർ വേരിയബിൾസിനകത്ത് മോഡിഫിക്കേഷൻസ് വരുത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബേസിക് ടൈപ്പ് ഓഫ് മെമ്പർ ഫംഗ്ഷൻ വിച്ച് ആർ നോൺ ആസ് മ്യൂട്ടേറ്റർ ഓർ ഇംപ്ലിമെന്റർ ഫംഗ്ഷൻസ്.
മ്യൂട്ടേറ്റർ ഓർ ഇംപ്ലിമെന്റ് ദ ഫംഗ്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ക്ലാസ് റൗണ്ട് private float radius public float area return 3.14 into radius into radius. Then float perimeter return 2 into 3.14 into radius. നമ്മൾ ഒബ്ജക്റ്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു സർക്കിൾ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മെമ്പർ ഫംഗ്ഷൻ ഏരിയ ആൻഡ് പ്രൈവറ്റ് ആർ ഡിഫൈൻഡ് ടു ഓപ്പറേറ്റ് ഓൺ ദ മെമ്പർ വേരിയബിൾ റേഡിയസ്. ഇവിടെ നമ്മൾ രണ്ട് മെമ്പർ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നു, ഏരിയ ആൻഡ് പെരിമീറ്റർ. അത് പബ്ലിക് ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഈ രണ്ട് മെമ്പർ ഫംഗ്ഷൻസും ഡിഫൈൻ ചെയ്തേക്കുന്നത് മെമ്പർ വേരിയബിൾ റേഡിയസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ട് മെമ്പർ ഫംഗ്ഷൻസ് ഏരിയയും പെരിമീറ്ററും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഹാവ് ഡിക്ലെയർഡ് ടു മെമ്പർ ഫംഗ്ഷൻസ് area and perimeter, and they are declared to operate on member variable radius. Member variable radius ൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഏരിയയും പെരിമീറ്ററും എന്ന രണ്ട് മെമ്പർ ഫംഗ്ഷൻസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. As the member variable radius is defined as private, it can be accessed by these member functions only. ഈ റേഡിയസ് എന്ന് പറയുന്ന മെമ്പർ വേരിയബിൾ ഈ ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തേക്കുന്നത് പ്രൈവറ്റ് ആയിട്ട് ആയതുകൊണ്ട് ഈ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ റേഡിയസിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഫൈൻ മെമ്പർ ഫംഗ്ഷൻ ഹാവിംഗ് ലോക്കൽ വേരിയബിൾസ് ആൻഡ് പാരാമീറ്റേഴ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ഫംഗ്ഷൻസ് ഇൻ C++ലെ വേറെ ഏതൊരു ഫംഗ്ഷനെയും പോലെ നമുക്ക് ഇവിടെ ലോക്കൽ വേരിയബിൾസും പാരാമീറ്റേഴ്സും ഉള്ള ഫംഗ്ഷൻസിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ എങ്ങനെയാണ്, ഇവിടെ രണ്ട് മെമ്പർ ഫംഗ്ഷൻസ് ഉണ്ട്, ഏരിയയും പെരിമീറ്ററും. അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അതിന്റെ മെമ്പർ വേരിയബിൾ റേഡിയസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഈ റേഡിയസ് എന്നുള്ള മെമ്പർ വേരിയബിൾ പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട്. ഈ മെമ്പർ ഫംഗ്ഷൻസിന് മാത്രമേ അതിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. സോ ഇങ്ങനെയായിരിക്കും മെമ്പർ ഫംഗ്ഷൻസ്.